സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം തരംഗമായി മാറിയെന്ന് KPCC വർക്കിംഗ് പ്രസിഡന്റ് PC വിഷ്ണുനാഥ്. പ്രതീക്ഷയ്ക്കപ്പുറം സീറ്റുകൾ UDF ലഭിക്കും. കൊല്ലത്ത് 7 സീറ്റ് ഉറപ്പാണ്. പല മന്ത്രിമാരും പരാജയപ്പെടും. കേരള കോൺഗ്രസ് മാണി UDFിലേക്ക് വരാത്തതിൽ പശ്ചാത്തപിക്കുന്ന ഫലമുണ്ടാകും. UDFിന് ഭൂരിപക്ഷം ലഭിച്ചാൽ ഒരു തർക്കവുമില്ലാതെ മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കുമെന്നും PC വിഷ്ണുനാഥ് മീഡിയ വണ്ണിനോട് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്തും കൊല്ലത്തുമൊക്കെ ഇത്തവണ വലിയ രീതിയിലുള്ള പോളിംഗ് ആണ് നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് KPCC വർക്കിംഗ് പ്രസിഡന്റും കുണ്ടറയിലെ UDF സ്ഥാനാർത്ഥിയുള്ള PC വിഷ്ണുനാഥ് ചേരുകയാണ്. പ്രതീക്ഷിച്ച പോലെ തന്നെയാണോ പോളിംഗ് സംസ്ഥാനത്താകമാനം എത്തിയിരിക്കുന്നത്? ഉറപ്പായിട്ടുമാണ്. കാരണം ഞങ്ങൾ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നു ഭരണവിരുദ്ധ വികാരമുണ്ട്, അതുകൊണ്ട് തന്നെ ഉയർന്ന പോളിംഗ് ഉണ്ടാകും. പക്ഷേ ഇന്നിപ്പോൾ പോളിംഗ് കഴിയുമ്പോൾ മനസ്സിലാകുന്നത് ഭരണവിരുദ്ധ വികാരമല്ല, ഒരു ആന്റി ഇൻകംബൻസി വേവ് കേരളത്തിലുണ്ടായിട്ടുണ്ട്. അത് ഇന്ന് ബൂത്തിൽ ജനങ്ങളെ കാണാൻ വേണ്ടി പോയ ഏതൊരു മാധ്യമപ്രവർത്തകനും ഏതൊരു രാഷ്ട്രീയക്കാരനും അത് ബോധ്യപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ അത് സ്വാഭാവികമായും ഈ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനും അപ്പുറത്ത്, ഞാൻ പറഞ്ഞല്ലോ, ഭരണവിരുദ്ധ വികാരമാണെങ്കിൽ ഒരു ഭരണവിരുദ്ധ തരംഗം തന്നെ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു തരംഗത്തിൽ വൻമരങ്ങൾ വല്ലതുമൊക്കെ വീഴും തോന്നുന്നു. ഉറപ്പാണ്. UDFന് വലിയ വിജയങ്ങൾ ഉണ്ടാകുമ്പോൾ LDFിൽ നിന്നും അത്തരത്തിലുള്ള പരാജയങ്ങളും ഉണ്ടാകും. കേരള കോൺഗ്രസ് വരുമെന്നുള്ള ഒരു ഘട്ടം വരെ എത്തി നിന്നതാണ്. അത് അവർ നിരസിച്ചതുകൊണ്ട് അവർക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും കരുതുന്നു. വരുമെന്നൊരു ഘട്ടത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയി. തീർച്ചയായും അതിൽ അവർ ഖേദിക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലമായിരിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റുഡന്റ് എന്ന നിലയിലാണ്, KPCC വർക്കിംഗ് പ്രസിഡന്റ് എന്ന നിലയിലല്ല. കേരളത്തിലെ രാഷ്ട്രീയത്തെ കുറെ കാലങ്ങളായി മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ ഈ കേരള കോൺഗ്രസ് മാണി വിഭാഗം അല്ലെങ്കിൽ ജോസ് കെ മാണി ഒപ്പമുള്ളവർ ഈ തെരഞ്ഞെടുപ്പിൽ എടുത്ത ഒരു തീരുമാനം, അല്ലെങ്കിൽ അവരെടുക്കണമെന്ന് ആഗ്രഹിച്ച ഒരു തീരുമാനത്തിൽ നിന്ന് അവർ പിന്നോട്ട് പോയത്, അതിലവർക്ക് ഖേദിക്കേണ്ടി വരും. കൊല്ലത്തിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നിലവിൽ 2 സീറ്റുകളാണുള്ളത്, 11 സീറ്റുകൾ. എന്താണ് ഒരു പ്രതീക്ഷ? 3 മന്ത്രിമാരുടെ ഭരണപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മത്സരിക്കുകയും ചെയ്തു. ഞാൻ 7 കുറയാത്ത സീറ്റുകൾ എന്തായാലും കൊല്ലത്ത് UDF ഇത്തവണ വിജയിക്കും, ഒരു സംശയമില്ല. അതിനപ്പുറത്തേക്കുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു തരംഗം വരുമ്പോൾ ആ തരംഗത്തിന്റെ ആനുകൂല്യം ലഭിക്കുന്നത് ഏതൊക്കെ മണ്ഡലത്തിലാണെന്നുള്ളത് അത് അപ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ പരിശോധിച്ചാൽ 7 കുറയാത്ത സീറ്റുകൾ കൊല്ലം ജില്ലയിൽ UDFന് ലഭിക്കാനുള്ള അനുകൂല സാഹചര്യം നമുക്കുണ്ട്. ഈ 7 പറയുമ്പോൾ ചിലപ്പോൾ മന്ത്രിമാർ ഉൾപ്പെടെയുള്ളവരുണ്ടാകും. ഇപ്പോൾ മന്ത്രിമാർക്കെതിരെ ചിലപ്പോൾ പേഴ്സണലി നോക്കിക്കഴിഞ്ഞാൽ അവർക്കെതിരെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ ഒരു തരംഗം വന്നു കഴിഞ്ഞാൽ അവരും കടപുഴകുമെന്നുള്ളതാണ്. ഈ മന്ത്രിമാരുടെ പ്രശ്നത്തിൽ മന്ത്രിമാരെ ജനങ്ങൾ കാണുന്നത് ഈ ഗവൺമെന്റിന്റെ ഒരു പ്രതിരൂപമായിട്ടാണ്. അപ്പോൾ ഈ ഭരണവിരുദ്ധ വികാരത്തിന്റെ ഇരയാകാൻ എല്ലാ LDF സ്ഥാനാർത്ഥികളും ഇരയാകേണ്ടി വരും. പക്ഷേ മന്ത്രിമാർക്ക് അതിന് പ്രഹരശേഷി കൂടുതലായിരിക്കും. കാരണം അവരെ കാണുന്ന ജനങ്ങൾ ഗവൺമെന്റായിട്ടാണ്. അപ്പോൾ ഇടതുപക്ഷത്തിന്റെ ഒരു സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ഒരു MLAക്കോ ഭരണവിരുദ്ധ വികാരത്തിന്റെ ലഭിക്കുന്ന പ്രഹരത്തിനേക്കാൾ ഇരട്ടി ശക്തിയിലായിരിക്കും ഒരു മന്ത്രിയിലേക്ക് അത് വരുന്നത്. കാരണം മന്ത്രി റെപ്രസെന്റ് ചെയ്യുന്നത് ഗവൺമെന്റിനെയാണ്. ജനങ്ങളുടെ വിരോധം ആരോടാണ്? ഗവൺമെന്റിനോടാണ്. അതുണ്ടാവും. മെയ് 4 ഫലം വരും. ആ സമയത്ത് പറഞ്ഞ കണക്ക് 100 സീറ്റിന് മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ വീണ്ടും ആര് മുഖ്യമന്ത്രി എന്നുള്ളൊരു തർക്കം ഉടലെടുക്കാൻ എന്തെങ്കിലും സാധ്യതകളുണ്ടോ? ഒരിക്കലുമില്ല. ഞങ്ങൾ 30ഓളം കോൺഗ്രസ് നേതാക്കന്മാരെ ഡൽഹിയിൽ വിളിപ്പിച്ച് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും കോൺഗ്രസിന്റെ മുൻ അധ്യക്ഷനും ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവുമായിട്ടുള്ള രാഹുൽ ഗാന്ധി സംസാരിച്ചിരുന്നു. വ്യക്തമായി അവർ പറഞ്ഞു, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടിക്കഴിഞ്ഞാൽ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. ആ തീരുമാനമെടുക്കും എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ആരും അതിനുവേണ്ടി അവിടെ ഓവർ ടൈം ജോലി അക്കാര്യത്തിന് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ല. ആരും കുപ്പായം തയ്പ്പിച്ചിരിക്കേണ്ട, ഓവർ ടൈം ആരും ജോലി ചെയ്യേണ്ട കാര്യമില്ല. അത് കോൺഗ്രസിന്റെ നേതൃത്വം തീരുമാനിക്കും. ഞാൻ ഉറപ്പിച്ചു പറയുന്നു, കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടി UDF ഗവൺമെന്റ് രൂപീകരിക്കുന്ന സമയത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി തീരുമാനിക്കാൻ 5 മിനിറ്റ് വേണ്ടി വരുള്ളൂ. 5 മിനിറ്റ് കൊണ്ട് മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ആരാണ് എന്നുള്ളത് തീരുമാനിക്കാൻ പാർട്ടിക്ക് ഇന്ന് കഴിയും. ഞാൻ എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. കർണാടകത്തിൽ ഞാൻ സാക്ഷിയാണ്, തെലങ്കാനയിൽ ഞാൻ സാക്ഷിയാണ്. ഇവിടെ എല്ലാം ഗവൺമെന്റ് ഉണ്ടായില്ലേ? ആ ഗവൺമെന്റുകൾ മുന്നോട്ട് പോകുന്നില്ലേ? കൃത്യമായി നിലപാടുകൾ പറയുകയാണ്. കൊല്ലത്തിന്റെ കാര്യമായാലും സംസ്ഥാനത്തിന്റെ കാര്യമായാലും
പറയിരിക്കുകയാണ് PC വിഷ്ണുനാഥ്. ഇനിയിപ്പോൾ മെയ് 4-ന് നമുക്ക് കാണാം ഈ പറഞ്ഞതിൽ എന്തൊക്കെ ശരിയായി വരുമെന്നുള്ളൊരു കാര്യം. കൊല്ലത്തുനിന്ന് ബിജു മടവൂരിനൊപ്പം ലിജോ റോളൻസ്, മീഡിയ 1.